അപ്പം നമ്മളിന്ന് പുതിയ വീഡിയോസുമായിട്ട് വന്നിരിക്കുകയാണ്. എവിടെയാണെന്നല്ലേ, നമ്മളിന്ന് കാപ്പാട് ബീച്ചിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിലെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മോള് അവിടെ ചെന്നിട്ട് ഇൻട്രോ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയ് 3R വീഡിയോസ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാപ്പാട് ബീച്ചിലാണ്. കാപ്പാട് ബീച്ച് ഇപ്പോൾ വളരെ മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ റോയ് 3R വീഡിയോസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന് മുമ്പിട്ട വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനകത്ത് കോഴിക്കോട് ബീച്ചും പുതിയപ്പ ഹാർബറും ബേപ്പൂർ ബീച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം കാപ്പാട് ബീച്ചിലേക്ക് കയറുന്നതിന് എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് അവിടുത്തെ ഫീസ്. അപ്പോൾ അതിൻ്റെത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. 25 രൂപയും 10 രൂപയും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിൽ വലിയ ആൾക്കാരും ഒക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ വൈഫ് കണ്ടില്ലേ, രാവിലെ തന്നെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ അതിരാവിലെ എത്തിയിട്ടുണ്ട്. ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കുകളൊന്നും അനുഭവപ്പെട്ട് വരുന്നുള്ളൂ. തിരക്കുകളായിട്ടില്ല. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ തിരക്ക്. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ച് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കോഴിക്കോട് നിന്നും
ഏകദേശം 18 കിലോമീറ്ററാണ് കാപ്പാട് ബീച്ചിലേക്കുള്ള ദൂരം. കോഴിക്കോട് കണ്ണൂർ റൂട്ടിലാണ് കാപ്പാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാപ്പാട് ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് കാണാം. വൈഫും മോളും ബീച്ചിലെ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാനപ്പം ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് നടക്കുകയാണ്. ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളതാണ് നല്ല വൃത്തിയുള്ള ബീച്ചാണ്. അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. ഒരു കടലാസ് തരി പോലും നമുക്ക് കാണാൻ കഴിയില്ല. അത്രയ്ക്കും വൃത്തിയുള്ളൊരു ബീച്ചാണ്. കുടിക്കാൻ വെള്ളവും ഇരിക്കാൻ സൗകര്യമുള്ള അടിപൊളി ബീച്ചാണ്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, അടിപൊളി പൂന്തോട്ടങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഉള്ളത്. നമുക്ക് ആ പാറക്കെട്ടുകളുടെ തുമ്പത്തോട്ട് പോകാനുള്ള അനുവാദം ഇല്ല. ഇല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല ഇവിടുത്തെ ലൈഫ് ഗാർഡുകൾ.
വെള്ളത്തിലുള്ള കളി നിർത്തി. ഇനി കരയ്ക്കാണ് കളി. കരയ്ക്കുള്ള ഓരോരോ കളി സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലുള്ള കളികളായിരിക്കും അടുത്തടുത്ത് നടക്കാൻ പോകുന്നത്. ഇനിയും കുറച്ച് നേരം ഇരുന്നിട്ടുള്ള കാഴ്ചകളാവാമെന്ന് വിചാരിച്ചു. എല്ലാവരും മടുത്തു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുകയാണ്, റെസ്റ്റിലാണ്. രണ്ടാളും നല്ല ഐസ്ക്രീം തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കാപ്പാട് ബീച്ചിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് അതുവരേക്കും ഇവിടെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. ബീച്ചിൻ്റെ നേരെ മുന്നേ തന്നെയാണ്. എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ യാത്രയാവുകയാണ് വീണ്ടും പുതിയ കാഴ്ചകളുമായി പുതിയ സ്ഥലത്തേക്ക്.